ശ്രീ റെജി ലൂക്കോസ്, ആഗോള അയ്യപ്പ സംഗമം എത്രത്തോളം പ്രഹസനമായിരുന്നു എന്ന് നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ കേരള ബാങ്കിനടക്കം സ്പോൺസറാക്കിയതിന് പിന്നിൽ മന്ത്രി വാസവന്റെ ഇടപെടലെന്ന വാദം അത് ശരിവെക്കുന്ന തെളിവുകൾ തന്നെയാണ് ജനം ടി വിക്ക് ലഭിച്ചിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തെ എങ്ങനെ കാണുന്നു താങ്കൾ? ഈ കടുമട്ട് മന്ത്രിസഭയെന്ന് കഴിഞ്ഞ 2016 ആദ്യം വി.ഡി. സതീശൻ ഉമ്മൻചാണ്ടി സർക്കാരിനെ കുറിച്ച് രാഷ്ട്രീയം ഉന്നയിച്ചു. അതിന്റെ തനിയാവർത്തനമാണ് LDF സർക്കാരിന്റെ 2026 അല്ലെ 2025 നടന്ന ഈ കടുമട്ട്. അതായത് ലോകം ആരാധിക്കുന്ന മതേതര സങ്കല്പത്തിന്റെ ഏറ്റവും വലിയ മൂർത്തിഭാവമായ ശബരിമല ധർമ്മശാസ്താവിന്റെ പേരിൽ നടത്തിയിരിക്കുന്ന ഈ കാട്ടുകൊള്ള, തീവെട്ടിക്കൊള്ള, അത് സ്വർണ്ണക്കടത്തിന്റെ പേരിലായാലും അവിടെ ദ്വാരപാലക ശില്പങ്ങളിൽ ക്ലാഡ് ചെയ്തിരുന്ന സ്വർണം തട്ടിയെടുത്തതിന്റെ കാര്യത്തിലായാൽ പോലും ഈ പറയുന്ന LDF സർക്കാരിന്റെ കാലത്ത് രൂപീകരിച്ച ദേവസ്വം ബോർഡിന്റെ അറിവോടുകൂടിയാണെന്നുള്ളൊരു വളരെ വ്യക്തമായി തന്നെ പുറത്തു വന്നു. ആ കൊള്ളയുടെ ഗ്രാവിറ്റി ഇത്രയധികം വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോഴും മറ്റൊരു തട്ടിപ്പിനായിട്ട് അന്നത്തെ ദേവസ്വം ബോർഡ് മുൻകൈ എടുത്ത് ഈ പറയുന്ന ദേവസ്വം ബോർഡിന്റെ മിനിസ്റ്റർ അറിയാണ്ട് എന്തായാലും നടക്കത്തില്ല, നടന്ന ഒരു 10,88,00,000 രൂപയുടെ ഒരു ഭീകര തട്ടിപ്പാണ് വാസ്തവത്തിൽ ഈ പറയുന്ന ആഗോള അയ്യപ്പ സംഘം എന്ന് പറയുന്നത്. ശബരിമലയെ തകർക്കാൻ ശ്രമിച്ചു. സ്ത്രീ പ്രവേശനത്തിന്റെ പേരിൽ ശബരിമലയിൽ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത സ്ത്രീകളെ കൊണ്ട് പാതിരാത്രിക്ക് ശബരിമല കയറ്റാൻ ശ്രമം നടത്തുകയും അത് വളരെ വിവാദമായപ്പോൾ പിന്നീട് അവരെ പുറകോട്ട് നയിക്കുകയും ചെയ്ത് ശബരിമലയുടെ പവിത്രതയെ തകർക്കാൻ ശ്രമിച്ച ഒരു LDF സർക്കാരിന് എങ്ങനെയാണ് ആഗോള അയ്യപ്പ സംഗമം, അയ്യപ്പ ഭഗവാന്റെ ഖ്യാതി ലോകം മുഴുവൻ എത്തിക്കാനായിട്ട് അവർ ഇറങ്ങി തിരിച്ചിരിക്കുന്നത്? അത് വൈരുദ്ധ്യമല്ല. അപ്പൊ അതിന്റെ ലക്ഷ്യം ഒറ്റ കാര്യമുള്ളൂ സുരേഷ്, അത് കോടികൾ തട്ടിയെടുക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ കേരള ബാങ്കിൽ നിന്നും നിർബന്ധമായിട്ടും നഷ്ടത്തിൽ പോയിക്കൊണ്ടിരിക്കുന്ന കേരള ബാങ്കിൽ നിന്നും, കേരള സർക്കാരിന്റെ അണ്ടറിലുള്ള കേരള ബാങ്കിൽ നിന്നും 1 കോടി രൂപ മുൻകൂട്ടി തന്നെ ഈ ആഗോള സംഗമത്തിന് വേണ്ടിയിട്ട് നിർബന്ധമായ രീതിയിൽ ട്രാൻസ്ഫർ ചെയ്യിപ്പിച്ചു എന്ന് പറഞ്ഞാൽ ഈ പൈസയൊക്കെ പോയിരിക്കുന്നത് അതിന്റെ സംഘാടകരുടെ പോക്കറ്റിലേക്ക് തന്നെയാണ്. അതിനെയാണ് റെജി ലൂക്കോസ, ഈ കേരളം അത്രത്തോളം കടക്കെണിയിലാണ്. ക്ഷേമ പെൻഷൻ പോലും കൊടുക്കാൻ, സാധാരണക്കാരെ സഹായിക്കാൻ പോലും സർക്കാരിന് സാധിക്കുന്നില്ല. അവിടെയാണ് ഇത്തരത്തിലുള്ള ഒരു ഇടപെടൽ ഉണ്ടാകുന്നത്. വെറുതെ ഒരു അയ്യപ്പ സംഗമം നടത്തുന്നു, അതിൻ്റെ ഒരു ആവശ്യവുമില്ല, അതിൻ്റെ സാങ്കത്യം പോലും ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴും നിലവിലുള്ളത്. അവിടെയാണ് ഇത് വിഹിതം വെക്കുക, പണം ഓഹരി വെക്കുക എന്നുള്ള ഒരു ആവശ്യം തന്നെയായിരുന്നു ഇതിന് പിന്നിലെന്നത് കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, അല്ലേ? തീർച്ചയായിട്ടും തട്ടിപ്പിന്റെ ഒരു ആഗോള മാതൃക എന്ന് വേണം ഇതിനെ വിശേഷിപ്പിക്കാൻ പറ്റും. കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് അന്തി ഉറങ്ങാനായിട്ട് 2 ലക്ഷം രൂപയുടെ പിന്നെ എന്താ പറയാ, ഒരു രാജകൊട്ടാരത്തിൽ പോലും ഇതുവരെ നമ്മൾ സംഘടിപ്പിക്കാത്ത രീതിയിലുള്ള ശയനത്തിന് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കുക. അതുപോലെ തന്നെ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ വാസ്തവം പറയുകയാണെന്നുണ്ടെങ്കിൽ നീചത്വമാണ് ഇവർ ചെയ്തിരിക്കുന്നത്. 100-600 പേര് മാത്രം കൂടിയ ഒരു ആഗോള സംഗമത്തിൽ മൂന്നാറിൽ പോയി റൂം എടുക്കുക, അതുപോലെ തന്നെ കോടികൾ മുടക്കി അങ്ങനത്തെ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക. അത് കൂടാണ്ട് തന്നെ നമ്മളെ അങ്ങേറ്റം വേദനിപ്പിക്കുന്നത് ഭക്ഷണങ്ങൾ പോലും കുഴിച്ചുകൂടി എന്നാണ് പറയുന്നത്. 100-600 പേര് മാത്രം സംഗമിച്ച ഒരു ആഗോള സംഗമം എന്നുള്ള പേരിട്ട് നടത്തിയിരിക്കുന്ന ഈ പ്രഹസനത്തിന് രാവിലെ തന്നെ ഏതാണ്ട് 4,500 പേര് ഭക്ഷണം കഴിച്ചു, ഉച്ചയ്ക്ക് 6,000 പേര്, രാത്രിയിൽ 4,500 പേരൊക്കെ ഭക്ഷണം കഴിച്ചെന്ന് പറഞ്ഞ് നഗ്നമായ രീതിയിലുള്ള തട്ടിപ്പ്. അതായത് പറഞ്ഞ് ഇതൊരു ആഗോള തട്ടിപ്പിന്റെ ഗ്രാവിറ്റിയിലേക്ക് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട ഒരു മാറ്ററാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അവിടെ നടത്തിയ മറ്റ് നാടകങ്ങൾ നമ്മളെ ലജ്ജിപ്പിക്കുന്നു. അതുപോലെ തന്നെ മുദ്രാവാക്യം വിളിക്കുന്നു. അത് പിന്നെ അന്നത്തെ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് PR പ്രശാന്ത് ആ ആഗോള സംഗമ വേദിയിൽ വെച്ചുകൊണ്ട് CPM-കാരന്റെ മുഷ്ടി ഇരുട്ടുന്നവരെ ആരാധ്യനായ ലോകം മുഴുവൻ ആദരിക്കുന്ന ഈ പ്രത്യേകിച്ച് ഇന്ത്യയിലെ ജനങ്ങളെല്ലാവരും വളരെയധികം ഭക്തിയോടെ കാണുന്ന അയ്യപ്പ ഭഗവാനെ മുദ്രാവാക്യം വിളിക്കുക എന്നൊക്കെ പറഞ്ഞ് എത്ര നിന്ദ്യമായ പ്രവൃത്തി, അവഹേളനത്തിന്റെ അധിക്ഷേപത്തിന്റെയും ആകെ തുകയാണ്. അന്നും CPM ഒരു പ്രവർത്തനമായിരുന്നു ഞാൻ. അക്കാലത്ത് ഈ പ്രവർത്തനങ്ങൾക്കെതിരെ ശക്തമായ രീതിയിൽ ചാനൽ ചർച്ചകൾ പ്രതികരിച്ചതാണ്. നമുക്കൊരിക്കലും അംഗീകരിക്കാൻ പറ്റത്തില്ല. കേരള ബാങ്ക് പോലൊരു ബാങ്കിൽ നിന്നും അതുപോലെ തന്നെ അങ്ങനെ പല സെഗ്മെന്റിൽ നിന്നും പണം വാരി തട്ടിപ്പ് നടത്തി ഇവർക്ക് ഒരു ടെൻഡർ പോലും വിളിക്കാതെ കണ്ട് ഊരാളുങ്കൽ സൊസൈറ്റിയുടെ സബ്സിഡിയറി ആയിട്ടുള്ള ഒരു കമ്പനിക്ക് ഇവർ ഇതെല്ലാം കൊടുത്തതിന് കാരണം ഈ തട്ടിപ്പിന്റെ വിഹിതം അങ്ങ് തലയ്ക്കൽ വരെ എത്തിയിട്ടുണ്ട്. നോക്കൂ, കേരളം കണ്ട ഏറ്റവും വലിയ ഭീകരമായിട്ടുള്ള സാമ്പത്തിക തട്ടിപ്പാണ് ഇതിലൂടെ നമ്മൾ പുറത്തു വരുന്നത്. അതുപോലെ തന്നെ ശബരിമലയിലെ കൊള്ളകൾ ഇപ്പോൾ തന്നെ ആലോചിച്ച് നോക്കിയേ,
കേരള ഗവൺമെന്റ് കീഴിലുള്ള പോലീസ് ഉദ്യോഗസ്ഥർ അന്വേഷിക്കുന്നത്, ഹൈക്കോടതിയുടെ നിരീക്ഷണം ഉണ്ടെങ്കിൽ പോലും ഇപ്പോൾ ആ കേസിനെ തേച്ചുമാച്ച് കളയാനുള്ള ശ്രമം നടത്തിയിരിക്കുന്നു. ഒരു തരിമ്പ് പോലും, കടുകുമണിയുടെ പോലും തെളിവില്ലാതെ കണ്ട് മനുഷ്യര് ദൈവതുല്യനായി ആദരിക്കുന്ന തന്ത്രിയെ പോലും പിടിച്ച് 41 ദിവസം ജയിലിലിട്ട് എന്തിനാണ് സുരേഷ് അറിയാമല്ലോ? അത് CPM പിന്നെ വെള്ളപൂശി ഈ തന്ത്രിയുടെ മേൽ പഴിചാരി രക്ഷപ്പെടാനുള്ള ഒരു കുടില തന്ത്രമായിരുന്നു. അത് കോടതി പൊളിച്ചടുക്കിയിട്ടുണ്ട്. ഒരു കാര്യം ഉറപ്പായി കഴിഞ്ഞു, കേരളത്തിലെ ജനങ്ങൾ ഇവർക്കെതിരെ താക്കീത് കൊടുത്ത് അത് വോട്ടിലൂടെ തന്നെ ആയുഷ്കാലത്തേക്ക് ഇവരെ പുറത്താക്കാനായിട്ടുള്ള തീരുമാനമെടുത്തിരിക്കുന്നു. അതിന്റെ ലക്ഷണങ്ങളിലാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന ഈ തട്ടിപ്പുകളുടെ ആ ശൃംഖല തന്നെ. ഇതിനൊരു പരിഹാരം കാണാൻ ഇവർക്ക് സാധിക്കത്തില്ല. ഇവരെ ജനങ്ങൾ ശിക്ഷിച്ചിരിക്കും, ഒരു തർക്കമില്ല കാര്യത്തിൽ.